യുകെയിലെ പീറ്റർബറോ നഗരത്തിൽ 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്. ഈ ഹിന്ദു ക്ഷേത്രം നിലനിൽക്കുന്ന കെട്ടിട സമുച്ചയം ഇസ്ലാമിക സംഘടനയ്ക്ക് വിറ്റിരിക്കുകയാണ് ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കൗൺസിൽ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഇവിടെ പള്ളി പണിയാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതോടെ ക്ഷേത്രത്തിന്റെ അതിജീവനത്തിന് ഇന്ത്യൻ പ്രവാസി സമൂഹം UK ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭാരത് ഹിന്ദു സമാജ് ക്ഷേത്രമാണ് ഇത്തരത്തിലൊരു കനത്ത പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത്. 1972 ഉഗാണ്ടയിലെ ഏകാധിപതി ഈദി അമീൻ നാട് കടത്തിയതിനെ തുടർന്ന് UK അഭയാർത്ഥികളായി എത്തിയ ഇന്ത്യൻ വംശജർ അവർ പടുത്തുയർത്തിയ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം എന്ന ഖ്യാതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 1986 മുതൽ പീറ്റർബറോയിലെ ന്യൂ ഇംഗ്ലണ്ട് കോംപ്ലക്സിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. ഈ ഭൂമിയും കെട്ടിടവുമാണ് പ്രാദേശിക കൗൺസിൽ ഇസ്ലാമിക കൂട്ടായ്മയ്ക്ക് ഒരു പള്ളി പണിയാനായി വിറ്റഴിച്ചിരിക്കുന്നത്. ന്യൂ ഇംഗ്ലണ്ട് കോംപ്ലക്സ് ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പീറ്റർബറോ സിറ്റി കൗൺസിൽ രഹസ്യമായി വിൽക്കാൻ തീരുമാനിച്ചിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളായ ഭാരത് ഹിന്ദു സമാജ് ഈ കെട്ടിടം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും കൗൺസിൽ ഇത് അവഗണിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി അസോസിയേഷന് കൈമാറുകയായിരുന്നു എന്നാണ് ഹർജിക്കാരുടെ ആരോപണം. ഇവിടെ ഒരു വലിയ മസ്ജിദ് സ്ഥാപിക്കാനാണ് ഇസ്ലാമിക സംഘടന പദ്ധതിയിടുന്നത്. ഇതോടെ ഹിന്ദു വിശ്വാസികൾക്ക് തങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ പൈതൃകവും ചരിത്രവും തുടച്ചു നീക്കാനുള്ള കൗൺസിലിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ കനത്ത പ്രതിഷേധമാണ് UKയിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ഇപ്പോൾ ഉയരുന്നത്. വിഷയം ഇപ്പോൾ ലണ്ടനിലെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നാണ് അറിയുന്നത്. കൗൺസിലിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും ക്ഷേത്രത്തിന് തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കോടതി ഇടപെടണമെന്നുമാണ് ഭാരത് ഹിന്ദു സമാജിന്റെ ആവശ്യം. ഉഗാണ്ടയിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ പലായനം ചെയ്യേണ്ടി വന്ന തങ്ങളുടെ മുൻഗാമികൾ കഠിനാധ്വാനത്തിലൂടെ പടുത്തുയർത്തിയ ക്ഷേത്രം തങ്ങളുടെ ജീവശ്വാസം പോലെയാണ് കാണുന്നത് എന്ന് പ്രദേശത്തെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ പറയുകയാണ്. UKയിലെ കൺസർവേറ്റീവ് പാർട്ടി പ്രതിനിധികളും ലേബർ പാർട്ടി കൗൺസിലിന്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ UKയിൽ ഉടനീളമുള്ള ഹിന്ദു സംഘടനകൾ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പീറ്റർബറോയിലെ ഏക ഹിന്ദു ക്ഷേത്രം കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഈ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ പ്രവാസികളുടെ സാംസ്കാരിക കേന്ദ്രം, കുട്ടികൾക്കായുള്ള ആഫ്റ്റർ സ്കൂൾ ക്ലബ്ബുകൾ, ആരോഗ്യ പരിപാടികൾ, പാവപ്പെട്ടവർക്കായുള്ള ഭക്ഷണപുര, ഇതൊക്കെ ഇനി അലങ്കോലമാകും. അതിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ ഭാഗമായി ഇതെല്ലാം നടന്നിരുന്ന ഒരു കെട്ടിടമാണിത്. ആ കെട്ടിടമാണ് ഇപ്പോൾ UKയിലെ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഖദീജ മോസ്ക് എന്ന സംഘടനയ്ക്ക് വിറ്റിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനാ ഹാൾ, ക്ലാസ് മുറികൾ, കായിക വിനോദ കേന്ദ്രങ്ങൾ എന്നിവ അടങ്ങുന്ന ഒരു യൂണിറ്റി സെന്റർ നിർമ്മിക്കാനാണ് സംഘടനയുടെ പദ്ധതി. എന്നാൽ ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് 1.3 മില്യൺ പൗണ്ട്, അതായത് ഏകദേശം 13.5 കോടിയിലധികം രൂപ നൽകാം എന്ന് ക്ഷേത്ര ട്രസ്റ്റുകൾ സിറ്റി കൗൺസിലിനെ അറിയിച്ചിരുന്നു. ഈ കൗൺസിൽ ഈ ഓഫർ നിരസിച്ചു. ഇസ്ലാമിക സംഘടന വാഗ്ദാനം ചെയ്തതിൽ ഉയർന്ന തുകയാണ് ക്ഷേത്ര ട്രസ്റ്റുകൾ വാഗ്ദാനം ചെയ്തത് എന്നാണ് വിവരം. പീറ്റർബറോ നഗരസഭാ കൗൺസിൽ തീരുമാനത്തിനെതിരെ UKയിലും മറ്റു രാജ്യങ്ങളും ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി. ക്ഷേത്രം നിലനിർത്താനുള്ള നിയമ പോരാട്ടങ്ങൾക്കായി ഗോ ഫൗണ്ട് മീ വഴി ലോകമെമ്പാടുമുള്ള ആളുകളിൽ നിന്ന് 86,000 പൗണ്ടോളം ഇതിനകം സമാഹരിച്ചു. വിൽപ്പന തടയണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ ഹർജി നൽകിയിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ ആരാധനാലയം നിലനിന്ന കെട്ടിടം ഇസ്ലാമിക സംഘടനയ്ക്ക് വിൽക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധമാണ് എന്നാണ് ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.